കാൽവറി ഫെലോഷിപ്പ് ചർച്ചിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ സുവിശേഷ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുവാനിടയായി തീർന്നത്. ദൂരത്തും ചാരത്തുമായി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേശ നിവാസികൾക്കും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. മദ്യവും മയക്കുമരുന്നും ഒക്കെ മനുഷ്യ സമൂഹത്തെ ആകമാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടുവാനായിട്ട് കഴിയും എന്ന സന്ദേശം സുവിശേഷത്തിൽ കൂടെ അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കും. Yes,
അലകടലും കുടിരലയും മലനിരയും അലകടലും കുടിരലയും മലനിരയും ചന്ദ്രകളും താരാട്ടലും ചന്ദ്രകളും താരാട്ടലും അലകടലും കുടിരലയും ഗാനമാലപിച്ച കർത്താവിന്റെ ദാസനുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് സുവിശേഷത്തിൽ കൂടെയുള്ള ഒരു നല്ല സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ആ സന്ദേശം അറിയിപ്പാൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കേവലം ഒരു യൗവനക്കാരൻ, അനേക കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ മദ്യവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗമായിട്ട് അവരുടെ യൗവന ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കേവലം 18 വയസ്സ് പ്രായമുള്ള അൽ-അമീൻ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപയോഗത്തിലൊന്നും അകപ്പെട്ടു പോകാതെ അങ്ങനെ ജീവിക്കുന്നവരെ ബോധവൽക്കരിപ്പിക്കുവാൻ ആ പ്രിയ മകൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവൻ നിങ്ങളോട് സുവിശേഷത്തിന്റെ സന്ദേശം അറിയിക്കുന്നതായിരിക്കും. അതിനായി പ്രിയ അൽ-അമീനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം എല്ലാ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദപരിധികൾ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ വന്യ സഹോദരങ്ങൾക്കും അഖിലോക രക്ഷിതാവും മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനും ഇതാ ഞാൻ വേഗം വരുന്നത് അരുളി ചെയ്തവരുമായ യേശു മിശിഹായുടെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്ന് ഉച്ചസമയം കാൽവറി ഫെലോഷിപ്പ് ചർച്ച് മുളവനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് നിങ്ങളുടെ മുൻപിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. കേവലം ആരെയും താഴ്ത്തിക്കെട്ടുവാനോ ആരെയും ഉയർത്തിക്കാട്ടുവാനോ ഒരു മതപരിവർത്തനം നടത്തുവാനോ അല്ല ഞങ്ങളുടെ ഉദ്ദേശം. മറിച്ച് സത്യസുവിശേഷത്തെ, നിത്യസുവിശേഷത്തെ, മാനവജാതിയുടെ ഏക രക്ഷകനായ യേശു ക്രിസ്തു എപ്രകാരം അൽ-അമീന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ള സാക്ഷ്യങ്ങളും ആ യേശു ക്രിസ്തു എപ്രകാരം താങ്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൈക്ക് ദേവദാസിന് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നാം ആയിരിക്കുന്നത്. അനേകം പോസ്റ്ററുകൾ, ഇലക്ഷൻ പ്രചാരണങ്ങൾ, സമ്മേളനങ്ങൾ, വാർത്താ മാധ്യമങ്ങൾ, ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇതേപോലെ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീന്റെ ഗവർണർ ആയിരുന്ന പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരു കൊലപാതകം ചെയ്ത് തടവിലായിരുന്ന ബറബ്ബാസിനെയോ നീതിപ്രവൃത്തി ചെയ്ത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് നന്മ പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിനെയോ ആരെ തിരഞ്ഞെടുക്കണം എന്ന് തന്റെ ജനങ്ങളോട് ഗവർണറായ പീലാത്തോസ് ചോദിക്കുവാനിടയായി തീർന്നു. വളരെ പ്രസിദ്ധമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്.
പക്ഷേ ആ തിരഞ്ഞെടുപ്പിന്റെ വിധി വന്നത് മനുഷ്യ ബുദ്ധികൾക്ക് വിപരീതമായിട്ട് കൊലപാതകനായ ബറബ്ബാസിനെ വിട്ടുതരണം. ഓരോ ഉത്സവം തോറും ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നത് കൊണ്ട് ബറബ്ബാസിനെ വിട്ടുതരണം, എന്നിട്ട് യേശുക്രിസ്തു എന്ന വ്യക്തിയെ ക്രൂശീകരിക്കണം, അവനെ കൊന്നുകളയണം എന്ന് ജനങ്ങൾ ഏക ശബ്ദത്തോടെ ആർപ്പിടുവാനിടയായി തീർന്നു. താങ്കൾ ഒരുപക്ഷെ ചിന്തിക്കുകയായിരിക്കാം, ആരാണ് യേശുക്രിസ്തു എന്ന്. ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ക്രിസ്തു എന്നുള്ളത്. അഖിലാണ്ട ചരിത്രത്തെ എടുത്ത് പരിശോധിച്ചാൽ മാനവ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറുമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നാമം ഉയർത്തിയ നാമമാണ് ശ്രീ യേശുക്രിസ്തുവിന്റെ നാമം. നാം ഇന്നായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എവിടെയും അരാജകത്വവും അക്രമങ്ങളും അനീതി നിറഞ്ഞ ജീവിതം കൊണ്ട് മനുഷ്യൻ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെ നവമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ ദിവസത്തെയും തലക്കെട്ടുകൾ, പത്രവാർത്തകൾ തലക്കെട്ടുകൾ നമ്മെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളവയാണ്. മാതാപിതാക്കളെ മറക്കുന്ന യൗവനക്കാരും സ്വന്തം മക്കളെ മറക്കുന്ന മാതാപിതാക്കളും, ഇങ്ങനെ വളരെ അരാജകത്വങ്ങളും അനീതിയും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ആയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇരുകാലികൾ അവകാശപ്പെടുന്ന മനുഷ്യൻ നാൽക്കാലികളായ മൃഗങ്ങൾ പോലും ചെയ്യാത്ത വിധമുള്ള അറപ്പും നിഷ്ഠൂരവുമാകുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതി നിറഞ്ഞ ജീവിതം കൊണ്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും, മനുഷ്യൻ ഉൾക്കൊള്ളുന്ന പാപമാണ് ഇതിന്റെ എല്ലാം കാരണം. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കൾ ചിന്തിക്കാം, ഞാനൊരു പാപിയല്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നായിരിക്കാം ഒരുപക്ഷെ താങ്കളുടെ ഹൃദയത്തിലെ ചിന്ത. സ്നേഹിത, ഞാൻ താങ്കളോട് ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇല്ല എന്നായിരിക്കാം താങ്കളുടെ ഉത്തരം. താങ്കൾ ഒരിക്കലെങ്കിലും ഫോഷ്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ല എന്നോ പല ഉത്തരങ്ങൾ താങ്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. താങ്കൾ ഒരിക്കലെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ദൈവവചനത്തോട് മറുതലിപ്പ് കാണിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം ഇല്ല എന്നോ ഉവ്വ് എന്നോ ആയിരിക്കാം. പക്ഷേ ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിന്റെ നിത്യജീവവചനമാകുന്ന വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ നാവ് കൊണ്ട് മറ്റൊരു മനുഷ്യന് ഹിതമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ, മറ്റൊരു മനുഷ്യനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ നാം നാവ് കൊണ്ട് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം എത്ര പേരെ ഈ ചുരുങ്ങിയ 70-80 വർഷം ഈ ഭൂമിയിൽ വസിക്കുന്നതിനിടയിൽ എത്ര പേരെ നാം നാവ് കൊണ്ട് കൊന്നിട്ടുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. തിരുവചനം വീണ്ടും നമ്മോട് പഠിപ്പിക്കുന്നു, ഫോഷ്ക് പറയുന്നവർ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ കള്ളത്തരവും ഫോഷ്കും പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഫോഷ്ക് പറയുക, മറ്റൊരു വ്യക്തിയെ കൊലപാതകം ചെയ്യുക, ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിന്, ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളും പാപികളാണെന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും. തിരുവചനം വിളിച്ചു പ്രകാരം പഠിപ്പിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ തേടിയെത്തുവാനിടയായി തീരും. അന്ന് ഈ ഭൂമിയിൽ വെച്ച് നാം ശേഖരിച്ചു വെച്ച വസ്തുവകകളോ ബാങ്ക് ബാലൻസുകളോ ഡിപ്പോസിറ്റുകളോ ആഡംബരമായ സുഖജീവിതങ്ങളോ നാം കെട്ടിപ്പണിത മണിമാളികളോ ഒന്നും നമ്മെ സഹായിക്കുവാൻ, മരണത്തിന്റെ കരാളഹസ്തത്തിൽ നമ്മെ വിടുവിക്കുവാൻ പ്രാപ്തരാകുകയില്ല എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഇങ്ങനെ മാനവജാതി ഓരോ ദിവസവും പാപങ്ങൾ ചെയ്ത് കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
ഇപ്രകാരം പാപത്തിൽ ജീവിക്കുന്ന മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാ ഈ ഭൂമിയെയും അതിലുള്ള സമസ്തത്തെയും ഉരുവാക്കിയ ദൈവം ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി ഈ പാറഭൂമിയിൽ അവതരിക്കുവാനിടയായി തരുന്നത്. വിശുദ്ധ തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചു കൊള്ളാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവമോനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി ഇങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കേൾക്കുന്ന സഹോദരങ്ങളെ, മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ഉദയം ചെയ്യുവാനിടയായി തീർന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മല വരെ ജീവിച്ച പുണ്യമാനെ തലചായ്ക്കുവാനിടമോ ലോകസുഖ സൗകര്യങ്ങളോ പ്രതാപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അനാഥർക്ക് ആശ്വാസമാകുകയും വിധവയ്ക്ക് ന്യായപാലകനായും രോഗിക്ക് വൈദ്യനായും മരിച്ചവർക്ക് ജീവനും പുനരുദ്ധാനവും നൽകിക്കൊണ്ട് ആ യേശു ക്രിസ്തു ഇഹലോകത്തിൽ വസിക്കുവാനിടയായി തീർന്നു. പിന്നീടോ ഞാൻ നിങ്ങളെ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രവചനങ്ങളുടെ നിവർത്തീകരണം എന്ന വണ്ണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന ദൈവിക വിധിയുടെ മുൻപാകെ മനുഷ്യൻ ഓരോരുത്തരും ചെയ്യുന്ന പാപങ്ങൾക്ക് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നസ്രനായ ക്രിസ്തു 33.5 തിരുവയസ്സിൽ കാൽവരി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് പരമയാഗമായി മരിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന് മുന്നോടിയായിട്ടായിരുന്നു ഞാൻ നിങ്ങളെ ആദ്യം ഓർമ്മപ്പെടുത്തിയ ആ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആരെ വിട്ടുതരണം? ബറബ്ബാസിനെയോ അതോ നീതി പ്രവൃത്തികൾ ചെയ്ത് സത്യസന്ധനായി ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയോ? ആരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചപ്പോൾ ജനം ഏകസ്വരത്തോടെ ആർപ്പിടുവാനിടയായി തീർന്നു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. അപ്പോൾ ഗവർണറായ പീലാത്തോസ് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവെന്ന് അവകാശപ്പെടുന്ന ഈ ക്രിസ്തുവിനെ ഞാൻ എന്തു ചെയ്യണം? അവനെ ക്രൂശിക്ക, അവനെ കൊന്നുകളക എന്ന് ജനം ഏകസ്വരത്തോടെ ആക്രോശിക്കുവാനിടയായി തീർന്നു. അവന്റെ രക്തം ഞങ്ങളുടെ തലമേലും ഞങ്ങളുടെ സന്തതികളുടെ തലമേലും വരട്ടെ എന്ന് യഹൂദന്മാർ ആർപ്പിടുവാനിടയായി തീർന്നു. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിധിയുടെ മുൻപാകെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന ദൈവിക വിധിയുടെ മുൻപാകെ 2024 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു റോമൻ പട്ടാളക്കാരുടെ ചാട്ടവാറടിയേറ്റ് ഗബദ മുതൽ ഗോൽഗോഥ വരെ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 കാലിലും പാടികളിൽ മേൽ തന്റെ ജീവനെ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി നൽകി തരുവാനിടയായി തീർന്നു. എന്നിട്ടോ താൻ മുന്നേ പ്രവചിച്ചതുപോലെ, താൻ മുൻപേ അരുളി ചെയ്തതുപോലെ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഫേലിച്ചെറിഞ്ഞുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 3-ാം നാൾ തന്റെ കല്ലറകളെ ഫേലിച്ച് പുറത്തു വരുവാനിടയായി തീർന്നു. കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകമിളക്കി മറിച്ചിട്ടുള്ള നേതാക്കന്മാർക്കോ തത്വസംഹിതകൾക്കോ അവരുടെ തത്വജ്ഞാനങ്ങൾക്കോ അവരുടെ പഠിപ്പീലുകൾക്കോ ഉപദേശങ്ങൾക്കോ ആർക്കും തന്റെ മരണത്തിന് ശേഷം പുറത്തു വരുവാൻ കഴിയാതെ ഓരോ ലോക നേതാക്കന്മാരുടെയും കല്ലറകൾ നമ്മുടെ മുൻപിൽ അറിഞ്ഞു കിടക്കുമ്പോൾ ഇന്നും ലോകം കാണേണ്ട ഒരു കാഴ്ച ഇതാ, പാലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് മറ്റാരുടെയും കല്ലറയല്ല, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. പ്രൈസ് ദി ലോർഡ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തു വചനങ്ങളുടെ നിവർത്തീകരണത്തിനായി 3-ാം നാൾ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് ജീവിക്കുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിസ്മരിച്ചുകൂടാത്ത ഒരു യാഥാർത്ഥ്യം. കേൾക്കുന്ന സഹോദരങ്ങളെ, താങ്കൾ ഏത് മതത്തിലായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസത്തിലായിക്കൊള്ളട്ടെ, ഏത് പ്രവൃത്തിയിലായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, താങ്കളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇത് നാം ചിന്തിക്കുമ്പോൾ നോക്കണമേ, മദ്യത്തിനും മയക്കമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് മൃഗങ്ങൾക്ക് പോലും ലജ്ജ ഉളവാക്കുന്ന നിലവാരത്തിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നേരത്തെ സമാധാനത്തിനോ ഒരു നേരത്തെ സന്തോഷത്തിനോ വേണ്ടി മദ്യത്തിലും മയക്കമരുന്നിലും ഒക്കെ ആശ്രയിച്ച് മനുഷ്യൻ അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനവജാതിയുടെ
പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ വിളിച്ചു പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും എന്നും തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, മാതാവ് പിതാവ് ചിന്തിച്ചുകൊള്ള പ്രായഭേദമന്യേ, ഗോത്രവർഗ വർണ്ണ വ്യത്യാസമന്യേ, മരണത്തിന്റെ കരാളഹസ്തം താങ്കളെ തേടിയെത്തും മുൻപേ താങ്കൾ ചിന്തിച്ചു കൊള്ളണം. താങ്കളായിരിക്കുന്ന ഇരിപ്പിൽ, താങ്കളായിരിക്കുന്ന നിൽപ്പിൽ, താങ്കളായിരിക്കുന്ന കിടപ്പിൽ മരണം താങ്കളെ തേടിയെത്തിയാൽ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആത്മാക്കൾ എവിടെ എത്തുവാനിടയായി തീരും? തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഓരോ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ആയിത്തീരുവാനിടയായി തീരും. രണ്ടു മാർഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുൻപാകെ വരച്ചു കാട്ടിയിരിക്കുന്നു. ഒന്ന്, നാശത്തെ കുറിച്ച്, നിത്യ നരകത്തെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ 72 പ്രാവശ്യത്തിലധികം തന്റെ ഐഹിക ജീവകാലത്ത് സംസാരിക്കുവാനിടയായി തീർന്നു. താൻ ഇപ്രകാരം നരകത്തെ കുറിച്ച് പറഞ്ഞു, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ട്, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്, അവിടെ നിത്യമായ യാതനയുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി, ചിന്തിച്ചു കൊള്ളണമേ, താങ്കളുടെ മരണത്തിന് ശേഷം താങ്കളുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് അകപ്പെട്ടു പോയാൽ പറഞ്ഞു തീർക്കാനാവാത്ത മഹാദുരന്തമായിരിക്കും സഹോദര താങ്കളെ തേടിയെത്തുവാനിടയായി തീരുന്നത്. ദൈവം മറ്റൊരു മാർഗം, മറ്റൊരു വഴി നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നു. അത് നിത്യത അല്ലെങ്കിൽ നിത്യ സ്വർഗമാണ്. അത് 1200 മൈൽ നീളമുള്ളതും 1200 മൈൽ വീതിയുള്ളതും 1200 മൈൽ ഉയരമുള്ളതും പൊന്നിനാൽ നിർമ്മിക്കപ്പെട്ട് സമചതുരമായി നിർമ്മിക്കപ്പെട്ടതായി തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ താങ്കളായിരിക്കുന്ന ഇരിപ്പിൽ, താങ്കളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായും സ്വന്തം വീണ്ടെടുപ്പുകാരനായും ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാനിടയായി തീർന്നാൽ താങ്കൾ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. തിരുവചനം വിളിച്ചു പറയുന്നത് പോലെ തന്നെ വീണ്ടും ഞങ്ങൾ ചേർന്ന് പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, താങ്കൾ കടഭാരത്തിലാണോ? താങ്കൾ കുടുംബ തകർച്ചയിലാണോ? താങ്കൾ ആകുല ചിന്തയിലാണോ? സമൂഹം ചർച്ചക്കാരും തള്ളി ഇനി കുടുംബജീവിതം അവസാനിപ്പിച്ച് ഇനി ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്ന വ്യക്തിയാണോ താങ്കൾ? സഹോദര, ചിന്തിച്ചു കൊള്ളുക. ആത്മഹത്യ അരുതേ. ആത്മഹത്യക്ക് നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. ആ യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാനിടയായി തരുമോ? തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഈ ശബ്ദം താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. താങ്കളുടെ ഹൃദയ കവാടത്തെ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായി തീരുമോ? ആ യേശു ക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. കേവലം ലോകം വിധി എഴുതി ഇനി എന്നെ കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു, എന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി ഞാൻ ഗുണം പിടിക്കയില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, താങ്കളുടെ അവസ്ഥകളെ മാറ്റുവാൻ, താങ്കളുടെ വിധികളെ മാറ്റുവാൻ നസ്രനായ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് താങ്കളെ തന്നെ ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുവാനിടയായി തീരുമോ? തിരുവചനം അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവ് എന്ന മാതൃക അനുസരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് തിരുവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വാനമയങ്ങൾ വീണ്ടും വരുവാൻ സമയമാഗതമായിരിക്കുക. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വരവിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, നിരാശയായിക്കൊള്ളട്ടെ, അതിന്മേലൊരു വിടുതൽ നൽകുവാൻ, അതിന്മേലൊരു ജയം നൽകുവാൻ, മരണത്തെ ഉയർത്തെഴുന്നേറ്റ, മരണത്തെ ഭേദിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചുകൊണ്ട് ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിന് കഴിയും. തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ വേണ്ടി വിശ്വസിക്കുവാനിടയായി തീരുക. രക്ഷപ്രാപിപ്പാനെ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം വചനത്തിലൂടെ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി, മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടി മലകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നേർച്ചകളുടെ കാഴ്ചകളുടെ ആവശ്യമില്ല. മറിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ കൊടുക്കുവാനിടയായി തീർന്നാൽ
താങ്കളുടെ പരാജയങ്ങളെ, താങ്കളുടെ നിരാശകളെ, താങ്കളുടെ രോഗത്തെ, ദുഃഖത്തെ, ആകുലച്ചിത്തെ, കുടുംബ തകർച്ചയെ യേശു ക്രിസ്തു വിജയമാക്കി തീർക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത്രയും നേരം എന്നെ സൂക്ഷ്മതയോടെ കേട്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ദേശത്തോടുള്ള സന്ദേശം അറിയിച്ച പ്രിയ മകനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ കേട്ടതുപോലെ മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യം വിളിച്ചു പറയുന്നുണ്ട്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അങ്ങനെയെങ്കിൽ ജീവപുസ്തകത്തിൽ എങ്ങനെയാണ് പേര് എഴുതപ്പെടേണ്ടത്? ഒന്ന്, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്റെ പാപത്തിന് പരിഹാരവും വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് കടന്നു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് എന്ന് ആമേൻ താങ്കൾ വിശ്വസിച്ചാൽ, ഒന്നാമത് ആമേൻ ഇപ്രകാരം താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരെഴുതപ്പെടുവാൻ ഇടയായിത്തീരും. അടുത്ത് ആമേൻ വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെയോ വിശുദ്ധ വേദപുസ്തക പ്രകാരം യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം, ഒരു വേർപാട് ജീവിതം പരിശുദ്ധാത്മാവിനാൽ ആമേൻ നയിക്കുമ്പോഴാണ് താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ യേശു പറഞ്ഞ പ്രകാരം, കാണിച്ചു തന്ന മാതൃക പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ രോഗിയാണോ? കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾ ഏത് പ്രശ്നത്തിന്റെ കൂടെയാണ് കടന്നു പോകുന്നത്, ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം നൽകി തരുവാൻ കർത്താവിന് കഴിയും. ആമേൻ. ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനെ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇത്ര സമയം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ ദേശത്ത് ഞങ്ങളെ അയച്ചല്ലോ, നന്ദി കർത്താവേ. ആമേൻ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദേശനിവാസികൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുന്നുവെങ്കിൽ അവരെ കർത്താവ് സൗഖ്യമാക്കണം. അവർ ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ അവരുടെ ഭാരം മാറ്റി അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ രക്ഷകനാകുന്ന യേശു കർത്താവിനെ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവിന്റെ മക്കളായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടെ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് നാഥ. ഈ ദേശനിവാസികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു ആമേൻ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വേഗത്തിൽ വരുന്നു. ദേശമേ, ഈ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമേൻ പ്രാർത്ഥിക്കുവാൻ ആമേൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ ആമേൻ എന്തുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ അടുത്തുള്ള കാൽവരി ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.